ഡോക്ടറെ പലപ്പോഴും പലരിലും ഈ പിത്താശയകലകൾ ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അൾട്രാസൗണ്ട് ആണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ അൾട്രാസൗണ്ടിൻ്റെ അകത്ത് ഈ കല്ല് കണ്ടുപിടിക്കാനും ഞാൻ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട, റെഗുലറായിട്ട് ഒരു ഫോളോ അപ്പ് മാത്രം വർഷത്തിലൊരിക്കൽ ഒരു അൾട്രാസൗണ്ട് മാത്രം ചെയ്താൽ മതി. പിന്നെ ഫുഡിൻ്റെ അകത്തുള്ള കൺട്രോളും എക്സസീവായിട്ട് ഫാറ്റി ഫുഡ്സും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകും. ഈ ഗോൾഡ് സ്റ്റോൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പിത്താശയകല്ല് വരുമോ? ഒരിക്കലുമില്ല. നമ്മൾ പിത്തസഞ്ചിയിൽ കല്ല് പിത്തസഞ്ചിയും കൂടെയാണ് എടുത്ത് കളയുന്നത്. അതുകൊണ്ട് പിന്നെ പിത്തം അവിടെ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയില്ല. ആവശ്യമുള്ള പിത്തം ഡയറക്റ്റ് നമ്മുടെ കരളിൽ നിന്ന് വയറിലേക്ക് ചെല്ലും. അതുകൊണ്ട് പിന്നെ ഒരു പിത്തസഞ്ചിയിൽ കല്ല് ഉണ്ടാകത്തില്ല. പിത്താശയം എടുത്ത് പൂർണ്ണമായി കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമോ? ജനറലി പിത്തസഞ്ചി എടുത്ത് കളഞ്ഞാലും നമ്മുടെ പിത്തം വരുന്നത് ലിവറിൽ നിന്നായതുകൊണ്ട് ഡൈജസ്റ്റിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ സാധാരണ ഞാൻ സർജറി കഴിഞ്ഞ പേഷ്യൻസിനോട് ഒരു 2 to 3 വീക്സ് ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക, ഫാറ്റിയും അതുപോലെ തന്നെ ഫ്രൈഡ് ഫുഡ്സും ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. വൺസ് അവർ റിക്കവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പിത്താശയകല്ലുകൾക്കുള്ള ലാപ്രോസ്കോപ്പിക് സർജറിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അതായത് നമ്മുടെ പിത്താശയത്തിലെ സർജറി നമുക്ക് പല ടൈപ്പ് ഉണ്ട്. ഓപ്പൺ സർജറി ഉണ്ട്, കീ ഹോൾ സർജറി ഉണ്ട്. ഓപ്പൺ സർജറി ഇപ്പോൾ വളരെ റെയർ ആയിട്ടാണ് ചെയ്യുന്നത്. കീ ഹോൾ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. റോബോട്ടിക്കും ഉണ്ട്, നമുക്ക് ലാപ്രോസ്കോപ്പിയിലും ചെയ്യാം. രണ്ടിലും നമ്മൾ ചെറിയ ഒരു മുറിവുണ്ടാക്കി അതുവഴി ചെന്ന് പിത്തസഞ്ചിയും അതിൻ്റെ കൂടെ ആ കല്ലും കൂടെ എടുത്തു മാറ്റുന്നതിനാണ് നമ്മൾ ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ റോബോട്ടിക് കോളിസിസ്റ്റക്ടമി എന്ന് പറയുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരിച്ചത് പിത്താശയകല്ലുകൾ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണല്ലോ. പിത്താശയകല്ല് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫുഡ് തന്നെയാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് നാരടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂട്ടാൻ ശ്രമിക്കുക. എസ്പെഷ്യലി സ്വീറ്റ് പൊട്ടറ്റോസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ കൂട്ടിയാൽ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷൻ കുറയും. അതുമൂലം ഈ പിത്തസഞ്ചിയിലെ കല്ലുകൾ കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സസൈസ് ആൻഡ് ബോഡിയിലെ വെയിറ്റും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഡോക്ടർ, അതുപോലെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ പെയിനും പിന്നെ നമുക്ക് പുറകിലേക്കൊക്കെ ആയിട്ട് പെയിൻ വരുമല്ലോ, ഇത് നമുക്ക് ഹാർട്ട് ഇഷ്യൂ ആണോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ പ്രോബ്ലം ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതായത് പിത്തസഞ്ചിയിലെ കല്ല് കാരണമുള്ള വേദന നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ റൈറ്റ് വയറിൻ്റെ മേൾഭാഗത്തുണ്ടാകുന്ന വേദന ഷോൾഡറിലേക്ക് മാറും. ഹാർട്ടിലേക്കുള്ള വേദനയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് പ്രൈമറിലി ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറേ ദിവസം വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുകയും പ്രൈമറി ചെക്കപ്പായ ഒരു അൾട്രാസൗണ്ടും ECG എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനും സഹായിക്കും. ഡോക്ടറെ, ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കടയിൽ പോയി മറ്റേ ജീരക സോഡ വാങ്ങിച്ചു കുടിക്കും, അല്ലെങ്കിൽ വെളുത്തുള്ളി എടുത്ത് കഴിക്കും. ഇപ്പോഴാണെങ്കിൽ മാർക്കറ്റിൽ ഇഷ്ടംപോലെ സെൽഫായിട്ട് കഴിക്കാൻ പറ്റുന്ന മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ട്രബിള് പല റീസൺസ് കാരണം ഉണ്ടാകാം. സിമ്പിളായിട്ടുള്ളൊരു ഗ്യാസ്ട്രൈറ്റിസ് കാരണം വരാം. അതുമാത്രമല്ല നമുക്ക് വല്ല ക്യാൻസറോ ഉണ്ടെങ്കിലും വരാം. അപ്പം എന്താണെന്നുള്ളത് നമ്മൾ പ്രൈമറിലി തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകും, ഒരു ചെക്കപ്പ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അതിൻ്റെ കറക്റ്റ് റീസൺ കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ സാധാരണ ഒരു കടയിൽ പോയി പലരും സോഡ നാരങ്ങ വെള്ളം അതുപോലെ തന്നെ ജലൂസിൽ പോലത്തെ മെഡിസിൻസ് കഴിച്ചത് കുറയ്ക്കാൻ നോക്കും. ശരിക്കും ഗ്യാസ് എന്ന് പറയുന്നത് ഒരു സിംറ്റമാണ്, അത് ഒരു ലക്ഷണം എന്നാണ്. അത് അതിൻ്റെ അണ്ടർലൈങ് കോസ്, അതായത് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു സർജനെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ആ കാരണം ട്രീറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഈ പറഞ്ഞ ഗ്യാസ്ട്രിക് ട്രബിൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ശരിക്കും ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള ഒരാൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഏമ്പക്കം പോലെ വരിക, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വയറിൻ്റെ മോൾ ഭാഗത്തായിട്ട് എപ്പോഴും വേദന, ബുദ്ധിമുട്ട്, രാത്രിയിലും എപ്പോഴും നമുക്ക് ഉറക്കത്തിന് ഡിസ്റ്റർബൻസ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ളവർ ഡെഫിനറ്റായിട്ടും ഒരു ഡോക്ടറെ കാണണം. പറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് എന്താണെന്നുള്ളത് പിന്നെ ഒരു ഡയഗ്നോസിസ് എത്തുകയും ചെയ്യും. ശരിക്കും ചിലർ പറയാറുണ്ട് ഭക്ഷണം നന്നായി കഴിച്ച് ഒരു ഏമ്പക്കമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവർ കറക്റ്റ് പെർഫെക്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്ന്.
അങ്ങനെയാണോ? ഒരു പ്രാവശ്യം നമ്മൾ ബേപ്പ് അല്ലെങ്കിൽ ഏമ്പക്കം പോണത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഏമ്പക്കം വന്നത് ഒരു അസുഖമുള്ളതാണ്. ശരിക്കും എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉള്ളവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് പോലെ നമുക്ക് എപ്പോഴും ഏമ്പക്കം വരികയും നമുക്ക് ഒരു ചങ്കിൻ്റെ അവിടെ എന്തോ കെട്ടി നിൽക്കും പോലെ നമുക്ക് അറ്റാക്ക് ആകുന്ന പോലെ തോന്നും. അങ്ങനെ ഒരു ചങ്കിലൊരു ഭാരം വെച്ച പോലെ തോന്നും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഗ്യാസ്ട്രോ സർജനെയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോളജിസ്റ്റ് മെഡിസിനെയോ കണ്ടിട്ട് ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നമ്മുടെ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പൊതുവെ എക്കിള് വരാറുണ്ടല്ലോ, ചിലർക്കാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ എക്കിള് വരും. അതിൻ്റെ റീസൺ എന്താണ്? എക്കിള് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയഫ്രം എന്ന് പറഞ്ഞ ഒരു മസിലുണ്ട്. അത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ താഴ്ഭാഗത്തിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഒരു സ്പാസം വരും അല്ലെങ്കിൽ ട്വിച്ചിങ് വരുമ്പോഴാണ് നമ്മൾ എക്കിളായിട്ട് ഫോം ചെയ്യുന്നത്. അതൊരു അസുഖമൊന്നുമല്ല. ഓക്കെ ഓക്കെ. ചിലർക്ക് ഗ്യാസ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞ് ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പുറക് വേദന വിലങ്ങിയ പോലെയൊക്കെ വരും. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒരു കറക്റ്റായിട്ടൊരു ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഗ്യാസിന് വേണ്ടിയുള്ളത് പാൻറ്റോപ്രസോൾ എന്ന് പറഞ്ഞ മരുന്നാണ്. അത് ഈ പറഞ്ഞ പോലെ ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗ്യാസ് ട്രബിൾ കാരണം ചെസ്റ്റ് പെയിൻ വരുന്ന പലവരിലും കാണാറുള്ളത് അത് അറ്റാക്കിൻ്റെ വേറെ ഒരു വേർഷനായിട്ടായിരിക്കും നമുക്ക് ഈ വേദന കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ വെച്ചുകൊണ്ടിരുന്ന് അത് ഗ്യാസ് ട്രബിളാണ് എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഒരു ECG അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് നോക്കണമെന്ന് അത്യാവശ്യമാണ്. ടെൻഷൻ അടിച്ചു കഴിയുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യുമല്ലോ, ഇത് കോമൺ ആണോ? അതെ, ബേസിക്കലി നമുക്കൊരു ടെൻഷൻ ഉള്ളവരിൽ ഗ്യാസ്ട്രിക് ട്രബിൾ കൂടുതൽ വരും. അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്ത് ആസിഡിൻ്റെ പ്രൊഡക്ഷനും കൂടും. അത് കാരണമാണ് നമുക്ക് പെട്ടെന്ന് ഗ്യാസ്ട്രിക് ട്രബിൾ വന്നത്. അങ്ങനെയുള്ളവരിൽ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള മരുന്നുകളും അതുപോലെ തന്നെ മെഡിറ്റേഷൻസുമാണ് യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ്. കൊളോണോസ്കോപ്പി ഇപ്പോൾ കുറേ നാളുകളായിട്ട് കേൾക്കുന്നുണ്ട്. ഈ കൊളോണോസ്കോപ്പി ചെയ്യുന്നത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണോ? കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിലൂടെ നമ്മൾ ട്യൂബ് കിടത്തി നമ്മുടെ വൻകുടലിനെ പരിശോധിച്ച് നോക്കണ പ്രൊസീജിയറിന് പറയുന്നതാണ്. അപ്പോൾ നമ്മളത് പേടിയുള്ളവരിൽ നമ്മൾ ജനറൽ അനസ്തീഷ്യ കൊടുക്കും. അല്ലാത്തവരിൽ നമ്മൾ ചെറിയൊരു മയക്കത്തിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് കൊളോണോസ്കോപ്പി ഈ ട്യൂബ് അകത്ത് കയറ്റി നോക്കുകയും ചെയ്യണം. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രൊസീജിയറുണ്ട്. അത് നമ്മൾ വായു വഴി ആയിട്ട് വയറിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ വിഴുങ്ങി വിടുകയാണ് ചെയ്യണത്. അങ്ങനെ ആരെയും സെഡേറ്റ് ചെയ്യാറില്ല. ഡോക്ടർ, ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് പലരും ഈ നെല്ലിക്ക കാന്താരി ജ്യൂസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കുമോ? ഡെഫിനറ്റ്ലി. ഈ നെല്ലിക്ക കാന്താരി ഒക്കെ എന്ന് പറഞ്ഞത് കുറച്ച് സ്പൈസി ഫുഡ്സ് ആണല്ലോ. അപ്പോൾ ഇരുമ്പം പുളി അതെ, അതൊക്കെ ഈ സ്പൈസി ഫുഡ്സ് ആയതുകൊണ്ട് നമ്മുടെ ഗ്യാസ്ട്രിക് പ്രൊഡക്ഷൻ കൂട്ടുകയും അത് കാരണം ചിലവരിൽ എസ്പെഷ്യലി ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവരിൽ ഇത് വേഴ്സ് ആക്കുകയും ചെയ്യും. അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കാതെ ഒരു ഡയറ്റീഷ്യനെ കണ്ട് നോർമലായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. ഡോക്ടർ, ഇപ്പം മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണല്ലോ പുട്ടും പഴവും അതുപോലെ ഉപ്പുമാവ് പൊറോട്ടയൊക്കെ. പലരിലും പക്ഷേ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പുളിച്ചത് കിട്ടലുണ്ടാവും. എന്താണ് ഇതിന് കാരണം? ഗ്യാസ്ട്രൈറ്റിസ് ആണ് മെയിൻ റീസൺ. പിന്നെ ചിലവരിൽ GERD എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അതായത് നമ്മുടെ വയറും നമ്മുടെ ഫുഡ് പൈപ്പും തമ്മിൽ ജോയിൻ ചെയ്യണ ഭാഗത്തുള്ള മസിലിൻ്റെ വീക്ക്നെസ് കാരണം വയറിൻ്റെ അകത്തുള്ള ആസിഡ് പുളിച്ച് തേട്ടി മുകളിലേക്ക് കയറി വരികയും ചെയ്യും. അതിനാണ് GERD എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ എൻഡോസ്കോപ്പി വഴിയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗമുള്ളൂ. ചില ആളുകളിൽ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് വയറ് നിറയുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ടല്ലോ. ഇത് ഗ്യാസ്ട്രിക് പ്രോബ്ലം ആണോ? അതെ, അത് ഗ്യാസ്ട്രൈറ്റിസ് കാരണം എക്സസീവ് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വയറ് ബ്ലോട്ട് ചെയ്യുകയും അത് കാരണം നമുക്ക് ഒരു ഫുൾനെസ് തോന്നുകയും പെട്ടെന്ന് ചെയ്യും. അത് കാരണം നമുക്ക് എപ്പോഴും ബേർപ്പിങ്ങും എപ്പോഴും ഏമ്പക്കം പോലെ വരികയും ചെയ്യുന്നത് കോമൺ ആണ്. ഡോക്ടർ, ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഒരു വെളുത്തുള്ളി എടുത്ത് കഴിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം അങ്ങനെയല്ല, നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ആൾക്കാർക്ക് പേരറിയാം, ജലൂസിലിനോ ടാബ്ലറ്റ്സോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിക്കുക. ശരിക്കും ഇങ്ങനെ സെൽഫായിട്ട് വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ശരിയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്യാസ്ട്രിക് ട്രബിൾ വന്നത് ഒരു സിംറ്റമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്താതെ
മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ഗ്യാസിൻ്റെ ഗുളിക കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കൊരു ആശ്വാസം, നമുക്കൊരു റിലീഫ് കിട്ടും. പക്ഷേ അതിൻ്റെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഗ്യാസ്ട്രിക് ട്രബിൾ ഉണ്ട്, നമുക്ക് വയറുവേദനയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്തുള്ള ഒരു സർജനെ പോയി കണ്ട് കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് അതിൻ്റെ കാരണം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്.